സ്നേഹമുള്ളവരെ, നോമ്പുകാലം, പുണ്യങ്ങളുടെ പൂക്കാലം, ക്രിസ്തുവിൻ്റെ പീഡാനുഭവ മരണങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഉത്ഥാനത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന കാലം. നോമ്പെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരിക പ്രാർത്ഥന, പ്രായശ്ചിത്തം, ത്യാഗങ്ങൾ, സഹനങ്ങൾ, പീഡാനുഭവം, മരണം, ഇതൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഇതാണോ നോമ്പ്? ആത്യന്തികമായിട്ട് മനുഷ്യൻ ജീവിക്കുന്നത് സന്തോഷത്തിന് വേണ്ടിയാണ്. എന്നും സന്തോഷവാനായിരിക്കണമെന്നാണ് അവൻ ആഗ്രഹിക്കുക. ക്രിസ്തു ലോകത്തിലേക്ക് വന്നപ്പോൾ ആട്ടിടയന്മാരെ, ദൂതന്മാരെ അറിയിച്ചത്, ഇതാ നിങ്ങൾക്കായി സന്തോഷത്തിൻ്റെ സദ്വാർത്ത, നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് ക്രിസ്തു കൊണ്ടുവന്നത്. അതെന്തായിരുന്നു ആ സദ്വാർത്ത? രക്ഷകനെ നൽകി എന്നുള്ളതാണ്. രക്ഷകൻ എന്താണ് ചെയ്തത്? രക്ഷകൻ നമ്മെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചു. മനുഷ്യൻ ദൈവവുമായിട്ട് ഒന്നായിരുന്ന അവസ്ഥയിൽ നിന്ന് പാപം അവനെ അകറ്റുകയും പാപത്തിൻ്റെ ശാപത്തിൽ, ബന്ധനത്തിൽ മനുഷ്യനെ തളച്ചിട്ടപ്പോൾ അതിൽ നിന്ന് നമ്മെ രക്ഷിക്കാനായിട്ട് പിതാവായ ദൈവം പുത്രനെ അയക്കുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ ദൗത്യത്തെക്കുറിച്ച് നസറത്തിലെ സിനഗോഗിൽ ക്രിസ്തു പ്രഖ്യാപിക്കുന്നത് യേശയ്യായുടെ പ്രവചനം എടുത്തു പറയുക അതാണ്: ബന്ധിതർക്ക് മോചനം, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ. സ്വാതന്ത്ര്യം നൽകാൻ, കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാൻ, അതാണ് ക്രിസ്തുവിൻ്റെ ദൗത്യം. ആത്യന്തികമായി നമ്മളെ ഓരോരുത്തരെയും സ്വതന്ത്രരാക്കുക, ബന്ധനങ്ങളിൽ നിന്ന് വിടുവിപ്പിക്കുക. അവിടെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവൻ സന്തോഷം അനുഭവിക്കുന്നു. ഈ ആത്യന്തികമായ സന്തോഷം ഉണ്ടാക്കണമെങ്കിൽ എന്തു വേണം? അതാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുക. സുവിശേഷത്തിൽ പറയുന്നത്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. വസ്ത്രത്തെക്കുറിച്ചോ ഭക്ഷണത്തെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ചും ആകുലരാകരുത്. കാരണം എന്താ? നിങ്ങൾ ഒരൊറ്റ കാര്യമേ ചെയ്യണ്ടോ: ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. ഈ ഉത്കണ്ഠ ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? നമ്മൾ പണ്ടൊക്കെ കുട്ടികളെ കളിയാക്കിയിട്ട് പറയില്ലേ, ട്യൂബ് ലൈറ്റ് പോലെയാ അവൻ അല്ലെങ്കിൽ അവൾ. നമ്മളൊരു കാര്യം പറഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ മനസ്സിലാവുള്ളൂ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമുക്കൊക്കെ ഹൈടെക് ട്യൂബുകളാണ്. നമ്മളവിടെ എത്തുമ്പോഴേക്കും ട്യൂബ് കത്തിയുണ്ടാവും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ ചിന്തകളൊക്കെ. എല്ലാം പെട്ടെന്ന് നടക്കണം, എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലാകണം. അത് തന്നെ നമ്മളെ ടെൻഷനിലേക്ക് കൊണ്ടുപോകുന്നു. എവിടെ നോക്കിയാലും എല്ലാവർക്കും എപ്പോഴും ടെൻഷനാണ്. ഇതിനൊക്കെയുള്ള മറുമരുന്നാണ് ക്രിസ്തു പറയുന്നത്. രക്ഷകൻ ഭൂമിയിലേക്ക് വന്നിട്ട് പറഞ്ഞത് എന്താ? പിതാവായ ദൈവം സ്നേഹമാകുന്നു. നമ്മളെയൊക്കെ ഒത്തിരി സ്നേഹിക്കുന്ന കാരുണ്യവാനായ പിതാവ്, ധൂർത്തപുത്രനെ കാത്തിരിക്കുന്ന പിതാവ്, അതാണ് ദൈവം എന്നാണ് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് നമ്മുടെ ദൗത്യം എന്താണ്? നമ്മുടെ ദൗത്യം ഓരോ ശ്വാസോച്ഛ്വാസത്തിലും ദൈവത്തെ തിരിച്ചറിയുക. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുക. നമ്മുടെ ചിന്തയിലും വിചാരത്തിലും നമ്മുടെ വ്യഗ്രതകൾ മുഴുവൻ എന്താകണം? ദൈവരാജ്യം അന്വേഷിക്കലാകണം, ദൈവീക ചിന്തയാകണം. കാരണം എന്താ? നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ഒരമ്മ പോലും 1 മാസം കഴിഞ്ഞേ അറിയുന്നുള്ളൂ ഉദരത്തിൽ ജനിക്കുന്ന കുഞ്ഞിനെ. പക്ഷെ ദൈവം അറിഞ്ഞ് ആഗ്രഹിച്ച്, നീ ഉദരത്തിലായിരുന്നപ്പോഴേ നിന്നെ വിളിച്ചു ജനതകളുടെ പ്രവാചകനാക്കി. പരിശുദ്ധ അമ്മയെ എലിസബത്തും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ഉദരത്തിൽ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടി. ഈ സന്തോഷമുണ്ടാകുന്നത് ദൈവം എന്നെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കപ്പെടാനാണ്, ദൈവത്തിൻ്റെ ദൗത്യം നിർവഹിക്കാനാണ്. ഈ ദൗത്യം നിർവഹിക്കുമ്പോഴാണ് സൃഷ്ടിയുടെ പൂർണ്ണതയിലേക്ക് വരിക. ആദത്തെ മണ്ണിൽ നിന്ന് മെനഞ്ഞെടുത്ത് അവൻ്റെ നാസാരേന്ദ്രിയങ്ങളിലേക്ക് ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ജീവിച്ചു. യഹോവ എന്ന വാക്കിനെ ഇന്ന് യഹൂദർ കൊടുക്കുന്നൊരു പുതിയ വ്യാഖ്യാനമുണ്ട്. പണ്ട് നമ്മൾ പറഞ്ഞിരുന്നു ആയിരിക്കുന്നവൻ. പിന്നീട് നമ്മൾ പറഞ്ഞു ഞാൻ ആരായിരുന്നുവോ അവൻ തന്നെ ആയിരിക്കും. ഇപ്പോൾ കുറച്ചും കൂടിയും പോപ്പുലറായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ അവർ കൊടുക്കുന്നത് ഇങ്ങനെയാണ്:
ഓരോ ശ്വാസോച്ഛ്വാസവുമാണ് ആ നാമം എന്നാണ്. ഓരോ ശ്വാസോച്ഛ്വാസത്തിലും ദൈവനാമമുണ്ട്. ഈ ശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തെ ഓരോ ശ്വാസോച്ഛ്വാസത്തിലും അറിയുക, തിരിച്ചറിയുക, സ്നേഹിക്കുക. ദൈവത്തെ അന്വേഷിക്കലതാണ്. നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. മദർ തെരേസയുടെ അടുത്ത് വലിയൊരു മൾട്ടിനാഷണൽ ഉടമ വന്ന് ഭൂമി സമ്മാനിക്കാനായിട്ട് വന്നു. അവൻ വന്നിട്ട് മദർ തെരേസയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുന്നത്? ഉടനെ മദർ തെരേസ തിരിച്ചു ചോദിച്ചു, താങ്കളെ ആരാണ് ഇങ്ങോട്ട് അയച്ചത്? എനിക്കൊരു തോന്നലുണ്ടായി, ഞാൻ അങ്ങനെ വന്നു. ഉടനെ മദർ തെരേസ തിരിച്ചു പറഞ്ഞു, ഈ തോന്നലാണ് ഞങ്ങളുടെ ബഡ്ജറ്റ്. ദൈവം നിശ്ചയിക്കുന്നു, ദൈവം പ്ലാൻ ചെയ്യുന്നു, അതനുസരിച്ച് നടക്കുന്നു. ഇതാണ് പ്രത്യാശയുടെ ഭവനമായിട്ട് മദർ തെരേസ മാറ്റിയ സ്ഥലം. എൻ്റെ സുഹൃത്ത് ബൈജു അച്ഛൻ്റെ പെങ്ങൾ ഒരു ബ്ലേസി സിസ്റ്ററുണ്ട്. അവരുടെ മഠത്തിൻ്റെ പേര് ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ഡിവൈൻ പ്രോവിഡൻസ് എന്നാണ്. അതിൻ്റെ ഒരു പ്രത്യേകത, ഇന്നത്തെ കാലത്തും ഇതുപോലെ അന്നന്ന് ദൈവം എന്ത് കൊണ്ടുവരുന്നു തരുന്നോ അതനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണത്. ഇതൊന്നും പഴയ കാലത്തിലെ സംഭവങ്ങളല്ല. ഇന്നും അതുപോലെ ജീവിക്കാൻ സാധിക്കും. ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയം വെച്ചാൽ, ദൈവത്തെ പൂർണ്ണമായിട്ട് സ്നേഹിച്ചാൽ. നമ്മളില്ലേ അമ്മമാർ നൊന്ത് പെറുന്നു. എന്തുകൊണ്ടാ? ഒരു 5 കിലോ 10 കിലോ ഉള്ള കുട്ടിയെ എടുത്തിട്ട് 3 മണിക്കൂർ 4 മണിക്കൂർ നിൽക്കാൻ ഒരു അമ്മയ്ക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ ഒരു കല്ല് കയ്യിൽ കൊടുത്താൽ അവരത് എടുക്കില്ല. കാരണം എന്താ? സ്നേഹമാണതിൻ്റെ കാരണം. ഇത് തന്നെയാണ് നൊയമ്പ് നമ്മളോട് പറയുന്നത്. നൊയ് പ്ലസ് അൻപ്. നൊയ് എന്ന് പറഞ്ഞാൽ ദുഃഖം, വേദന. അൻപ് കരുണ, സ്നേഹം. വേദനയിൽ കരുണ ചേർക്കുന്നത്, സ്നേഹം ചേർക്കുന്നത്, അതാണ് നൊയമ്പ് കാലം. ദൈവത്തെ അഗാധമായിട്ട് സ്നേഹിക്കാൻ, പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കുന്നവന് സഹനങ്ങളില്ല, വേദനകളില്ല. എന്തുകൊണ്ടാണ് ക്രിസ്തു കുരിശിൽ മരിച്ചത്? എന്തുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരൊക്കെ രക്തസാക്ഷികളായത്? ഇന്നും ഒത്തിരി ക്രിസ്ത്യാനികൾ രക്തസാക്ഷികളാവാൻ തയ്യാറാകുന്നത് ആ സഹനങ്ങളുടെയും പീഡകളുടെയും അപ്പുറത്ത് അവർ കാണുന്ന ദൈവസ്നേഹമാണ് അവരെ പ്രചോദിപ്പിക്കുന്നത്. ദൈവത്തിന് വേണ്ടി, ദൈവസ്നേഹത്തെ പ്രതി, സഹോദര സ്നേഹത്തെ പ്രതി, ഈ സ്നേഹത്തെ പ്രതി ചെയ്യുന്നതൊന്നും ഭാരമല്ല. സ്നേഹത്തെ പ്രതി ചെയ്യുന്നതൊന്നും നമ്മെ വേദനിപ്പിക്കുന്നില്ല. ഈ ഒരു സ്നേഹത്തിലേക്കാണ് നമ്മൾ കടന്നു വരേണ്ടത്. ഇതാണ് നൊയമ്പ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നതും. ദൈവത്തിൻ്റെ സ്നേഹം ആഴത്തിൽ അറിയുക, ആ സ്നേഹത്തിൽ ജീവിക്കുക. ബാക്കിയെല്ലാം ദൈവം നോക്കിക്കോളും, എല്ലാം ദൈവം തരും. നീ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അവിടെ നിൻ്റെ ജീവിതത്തിൽ രക്ഷ കടന്നു വരും. ഈ നീതി ദൈവത്തിൻ്റെ രക്ഷാകര ദൗത്യമാണ്. ദിക്കായസിനെ തേവു, ദൈവത്തിൻ്റെ നീതി. എന്താണ് ദൈവത്തിൻ്റെ നീതി? അവനിൽ തന്നെ വിശ്വസ്തനാണെന്നുള്ളതാണ് അവൻ്റെ റിലയബിലിറ്റി. അവൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അണ്ണൻ കാണിക്കുന്നു പറഞ്ഞാൽ കാണിക്കും. ദൈവം കാണിച്ചു, നമ്മെ രക്ഷപ്പെടുത്തി, നമ്മെ ദൈവത്തോട് ഒപ്പമിരുത്തി, വീണ്ടും ദൈവത്തോട് കൂട്ടിച്ചേർത്തു. വിട്ട കണ്ണി കൂട്ടിച്ചേർക്കുന്നു. അവിടെ എന്ത് സംഭവിക്കും? ദൈവവും മനുഷ്യനും ഒന്നായി നടക്കുന്നു. പറുദീസായുടെ ആദ്യ രൂപം പുനഃസ്ഥാപിക്കപ്പെടുന്നു. തോട്ടത്തിൽ ഉലാത്തുന്ന ദൈവവും ആദാമും എന്ന് പറഞ്ഞതുപോലെ മനുഷ്യനും ദൈവവും ഒന്നാകുന്നിടത്ത് അവിടെ ദൈവരാജ്യമായി, സ്വർഗരാജ്യമായി, പറുദീസയായി, അവിടെ ആത്യന്തികമായിട്ട് നിലനിൽക്കുന്ന സന്തോഷമായി. ഈ സന്തോഷത്തിലേക്കാണ് ദൈവം നമ്മെ ക്ഷണിക്കുക, ഈ നോമ്പുകാലം നമ്മെ ക്ഷണിക്കുക. നമുക്ക് സന്തോഷത്തിൻ്റെ വക്താക്കളാകാം, സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിക്കുന്നവരാകാം. ഈ നോമ്പുകാലം നമ്മെ അതിനെ പ്രേരിപ്പിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.